ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിലെ ഫേവറേറ്റുകളിൽ വന്ന് പ്ലേ ഓഫ് പോലും കാണാതെ പുറത്താകാൻ ഒരുങ്ങുകയാണ് മുംബൈ ഇന്ത്യൻസ്. 11 മത്സരം പൂർത്തിയാകുമ്പോൾ 8 തോൽവികളോടെ 9ാം സ്ഥാനത്താണ് മുംബൈ. 3 മത്സരം മാത്രം ശേഷിക്കെ ഈ മത്സരങ്ങളെല്ലാം ജയിച്ചാലും പരമാവധി 12 പോയിന്റിലേക്കാണ് മുംബൈക്ക് എത്താനാവുക. 10 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ 12 പോയിന്റുമായി പ്ലേ ഓഫിലേക്ക് എത്തുക കടുപ്പമാണ്. എന്നാൽ മുംബൈ പ്ലേ ഓഫ് കാണാതെ പുറത്തായെന്ന് ഔദ്യോഗികമായി പറയാനുള്ള സമയമായിട്ടില്ല. ഇപ്പോഴും നേരിയ സാധ്യത മുംബൈക്കുണ്ട്. മുംബൈ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനുമുമ്പായി കൂടുതൽ IPL വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രാജസ്ഥാൻ റോയൽസിന് 16 പോയിന്റും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 14 പോയിന്റുമുണ്ട്. ഈ 2 ടീമിനെയും മറികടക്കാൻ ഇനി മുംബൈക്ക് സാധിക്കില്ല. ലക്നൗ സൂപ്പർ ജയൻസിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും 12 പോയിന്റുകളുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് ടീമുകൾക്ക് 10 പോയിന്റുകളാണുള്ളത്. മുംബൈക്ക് ശേഷിക്കുന്ന 3 മത്സരങ്ങൾ ജയിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ചില അത്ഭുതകരമായ കാര്യങ്ങളും സംഭവിക്കണം. ഗുജറാത്തിനെ RCB തോൽപ്പിക്കണം. CSK പഞ്ചാബ് പരാജയപ്പെടുത്തണം. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ KKR ജയിക്കണം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുംബൈ ജയിക്കണം. ഡൽഹി ക്യാപിറ്റൽസിനെ രാജസ്ഥാൻ റോയൽസ് തോൽപ്പിക്കണം. സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌവിനെ തോൽപ്പിക്കണം. RCBക്കെതിരെ പഞ്ചാബ് ജയിക്കണം. CSK ഗുജറാത്ത് തോൽപ്പിക്കണം. KKRനെ മുംബൈ തോൽപ്പിക്കണം. CSK രാജസ്ഥാൻ തോൽപ്പിക്കണം. ഡൽഹിയെ RCB തോൽപ്പിക്കണം. ഗുജറാത്തിനെ KKR തോൽപ്പിക്കണം. ലക്നൌവിനെതിരെ ഡൽഹി ജയിക്കണം. പഞ്ചാബിനെതിരെ രാജസ്ഥാൻ ജയിക്കണം. ലക്നൌവിനെതിരെ മുംബൈ ജയിക്കണം. CSK RCB തോൽപ്പിക്കണം. പഞ്ചാബിനെ ഹൈദരാബാദ് തോൽപ്പിക്കണം. KKRനെതിരെ രാജസ്ഥാൻ ജയിക്കണം. അങ്ങനെ വരുമ്പോൾ 24 പോയിന്റോടെ രാജസ്ഥാൻ ഒന്നാമതാകും. KKR 18 പോയിന്റോടെ പ്ലേ ഓഫിലെത്തും. സൺറൈസേഴ്സ് ഹൈദരാബാദും 18 പോയിന്റോടെ പ്ലേ ഓഫിലെത്തും. 12 പോയിന്റോടെ മുംബൈ 4ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലെത്തും. ഇങ്ങനെ മത്സരഫലം ഉണ്ടായാൽ നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ മുംബൈക്ക് 4ാം സ്ഥാനക്കാരായി പ്ലേ ഓഫ് കളിക്കാം. എന്നാൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മഹാത്ഭുതം തന്നെ സംഭവിക്കണം. നിലവിലെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ മത്സരങ്ങളെല്ലാം മുംബൈക്ക് അനുകൂലമാകാൻ സാധ്യത കുറവാണ്. ശേഷിക്കുന്ന 3 മത്സരങ്ങൾ മുംബൈക്ക് ജയിക്കുക എന്നത് തന്നെ കടുപ്പമാണ്. ലക്നൗ സൂപ്പർ ജയൻസ് മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ലക്നൗ തോൽക്കുക എന്നത് സംഭവിക്കാൻ സാധ്യത കുറവാണ്. കൂടാതെ RCB ഇനിയുള്ള എല്ലാ മത്സരം ജയിക്കുക എന്നതും പ്രയാസമുള്ള കാര്യമാണ്. CSKയും തുടർ തോൽവികൾ ഏറ്റുവാങ്ങുക എന്നതും സംഭവിക്കാൻ സാധ്യത കുറവാണെന്ന് പറയാം. നിലവിലെ സാഹചര്യത്തിൽ മുംബൈ പ്ലേ ഓഫിൽ എത്തില്ലെന്ന് തന്നെ അനുമാനിക്കാം. എന്നാൽ നേരിയ സാധ്യത ഇപ്പോഴുള്ളത് മത്സരഫലം ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമാണ്. ക്രിക്കറ്റിൽ ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യത വിരളമാണ്. ടീമിന്റെ നിലവിലെ ഒത്തിണക്കമില്ലായ്മ വരും മത്സരങ്ങളിൽ ടീമിന്റെ തോൽവിക്ക് കാരണമായേക്കും. നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ ടീം 2 തട്ടിലാണിപ്പോൾ. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ടീം മാനേജ്മെന്റിനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുംബൈ പ്ലേ ഓഫിലേക്ക് എത്തില്ലെന്ന് തന്നെ അനുമാനിക്കാം. രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ നായകനാക്കിയത് മുംബൈ വീണ്ടും കിരീടത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ഇപ്പോൾ അവസാന സ്ഥാനക്കാരായി മുംബൈ മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്.